100-ലധികം സീറ്റോടെ തുടർച്ചയായ മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പാലക്കാട് UDF നേടിയത് നാണംകെട്ട രീതിയിലുണ്ടാക്കിയ ഭൂരിപക്ഷമാണ്. എല്ലാ വർഗീയ ശക്തികളെയും യോജിപ്പിച്ചുള്ള മഴവിൽ സഖ്യമാണ് LDFനെതിരെ മത്സരിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാലക്കാട് LDFനെതിരെ മത്സരിച്ചത് മഴവിൽ സഖ്യം. 14,000-ലധികം BJPയുടെ വോട്ട് അവർ ശേഖരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നുള്ള കാര്യം അവർ തന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വോട്ട് അവർ ശേഖരിച്ചിട്ടുണ്ട്. നാണംകെട്ട രീതിയിലുണ്ടാക്കിയ ഭൂരിപക്ഷമാണിത് എന്ന് രാഹുൽ മാക്കൂട്ടവും കോൺഗ്രസും മനസ്സിലാക്കുന്നത് നല്ലത്. അല്ലാതെ ഞങ്ങളെന്തോ മഹാമേരു പോലെ ശക്തിയായ പ്രവർത്തനം നടത്തിയിട്ട് നേടിയതാണ് എന്ന അഹന്തിയൊന്നും കോൺഗ്രസിന് വേണ്ട. ഇവരെല്ലാം വോട്ട് നേടിയിട്ടാണ്, വർഗീയവാദികളുടെ വോട്ടാണ് അതിൽ പ്രധാനമായി നിങ്ങൾ വാങ്ങിയത്. 10-30% ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള നാടാണ് പാലക്കാട്. അതിലാണ് ഞാൻ പറയുന്നത് ഇത്രയും വലിയ സംവിധാനം നിങ്ങൾ രൂപപ്പെടുത്തിയത്. 100-ലധികം സീറ്റോടെ തുടർച്ചയായി മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 123 സീറ്റിൽ നിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അസംബ്ലി സീറ്റിൽ 123. ഇപ്രാവശ്യം നിങ്ങൾക്ക് 111 സീറ്റാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മുൻകൈ. കഴിഞ്ഞ പ്രാവശ്യം 123 സീറ്റിനെ മറികടന്നിട്ടാണ് 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതായിട്ട് രണ്ടാം ടേമിലേക്ക് പ്രവേശിച്ചത്. കേന്ദ്ര ഏജൻസികളുണ്ടായിരുന്നു, ഈ മാധ്യമ ശൃംഖലകൾ മുഴുവനുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് 99 സീറ്റ് കിട്ടി. ഇപ്രാവശ്യം നിങ്ങൾക്ക് 111. ആ 111 സീറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ കഴിഞ്ഞ റേഷ്യോ അനുസരിച്ചാണെങ്കിൽ ഒരു സംശയവും വേണ്ട, 100-ലധികം സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടേം അധികാരത്തിൽ വരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ 6 പേരാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായി കാത്തിരിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 1 PD സതീശൻ അല്ലേ, 2 K സുധാകരൻ, 3 രമേശ് ചെന്നിത്തല, 4 മുരളീധരൻ, പിന്നെ KS വേണുഗോപാൽ, മറ്റേ നമ്മുടെ അഖിലേന്ത്യാ നേതാവ്, പിന്നെ ഒരാൾ കൂടിയുണ്ട് ശശി തരൂർ. 6 ആളായി. 6 ആളും കൂടി ചേർന്ന് കേരളത്തിൽ മത്സരിച്ചാൽ എന്താവും ചിത്രമെന്ന് 1-2 ആളും മത്സരിച്ചിട്ടാൽ ഇങ്ങനെ. ഇനിയിപ്പോൾ 6 ആൾ മത്സരിച്ചാൽ എന്താവുമെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. CPIM പേരൂർക്കട ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.